മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം എടുത്തു നിർത്തിയ പ്രോറാറ്റ അലോട്ട്മെൻറ്റിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. പ്രോറാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് പ്രൊപ്പോർഷനേറ്റ്ലി. നമ്മുടെ ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കമ്പനിയുടെ കയ്യിലുള്ള അല്ലെങ്കിൽ കമ്പനി ഓഫർ ചെയ്യുന്ന ഷെയർസിനേക്കാൾ കൂടുതൽ അപ്ലിക്കേഷൻസ് വരുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ ഷെയർ അപ്ലിക്കേഷൻസ് റിസീവ്ഡ് ഈസ് മോർ ദാൻ ദ നമ്പർ ഓഫ് ഷെയർസ്, then it is called over subscription. അപ്ലിക്കേഷൻസിൻ്റെ നമ്പർ ഷെയറിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്ന സമയത്ത് ഡയറക്ടേഴ്സിൻ്റെ മുൻപിൽ 3 ചോയ്സസ് ഉണ്ട്. അതിന് നമ്മൾ മൂന്ന് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നു. ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ആദ്യം വരുന്ന അപ്ലിക്കേഷൻസിനൊക്കെ എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്യാം. ബാക്കിയുള്ള അപ്ലിക്കേഷൻസൊക്കെ റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് പ്രൊപ്പോർഷനേറ്റ്ലി. നമ്മുടെ കയ്യിലുള്ള ഷെയറുകൾ പ്രൊപ്പോർഷനേറ്റായിട്ട് ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10,000 ഷെയർസിന് നമുക്ക് 20,000 അപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതിൻ്റെ പകുതിയാണ്, 50% ആണ് റിയൽ ഷെയർസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 50% എല്ലാവർക്കും കൊടുക്കാം. ടോട്ടൽ 20,000 അപ്ലിക്കേഷൻസ് ആണുള്ളത് അല്ലേ? ചിലവർ 500 ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ചിലവർ 1000 ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ചിലവർ 200 ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 1000 ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്ക് 500 ഷെയർ കിട്ടും. 500 ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്ക് 250 ഷെയർ കിട്ടും. 200 ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്ക് 100 ഷെയർ കിട്ടും. അതായത് എത്രയാണോ അപ്ലൈ ചെയ്തത് അതിൻ്റെ പകുതി കിട്ടും. ദെൻ ഇറ്റ് ഈസ് കോൾഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് പ്രൊപ്പോർഷനേറ്റ്ലി. ദെൻ ദ അലോട്ട്മെൻറ്റ് ഈസ് നോൺ ആസ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ്. ദെൻ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓൾട്ടർനേറ്റീവ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അവസാനിപ്പിച്ച് നിർത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ അത്ര വലിയൊരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഈ മേഖലയിൽ ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എങ്കിലും നമുക്ക് ഒരു ഓർഡിനറി ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റിൽ കാണുന്നത്. എന്തായാലും പ്രോറാറ്റ അലോട്ട്മെൻ്റ് എന്ന് കേൾക്കുമ്പോൾ കുട്ടികൾക്കൊരു ചെറിയൊരു പേടി സാധാരണ കാണാറുണ്ട്. പക്ഷെ അത് അസ്ഥാനത്താണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്തായാലും പ്രോറാറ്റ അലോട്ട്മെൻറ്റിൻ്റെ തേർഡ് ഓൾട്ടർനേറ്റീവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എടുത്ത് വർക്ക് ചെയ്തിട്ടാവാം ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം. അപ്പോൾ ഇനി നമുക്കധികം സമയം കളയാനില്ല, നമുക്ക് എവിടേക്ക് പോകാം? ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലെ ഒരു ക്വസ്റ്റ്യനാണ്. അതുകൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. പേജ് നമ്പർ 128 ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 11. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. റാം കമ്പനി ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് an authorized capital of rupees 10 lakhs divided into 1 lakh shares of rupees 10 each. The company offered 40,000 shares to the public, which were payable as follows: rupees 2 per share on application, rupees 4 per share on allotment, rupees
4 per share on first and final call. Applications were received for 48,000 shares, on which the directors allotted as follows. Applicants for 25,000 shares full. 25,000 അപ്ലിക്കേഷൻസ് ഫുള്ളായിട്ട് അലോട്ട് ചെയ്തു. അപ്ലിക്കൻസ് ഫോർ 20,000 ഷെയർസ് 75%. 20,000 അപ്ലിക്കേഷൻസിനെ അതിൻ്റെ 75% 15,000 ഷെയറാണ് ഇഷ്യൂ ചെയ്തത്. അപ്ലിക്കൻസ് ഫോർ 3,000 ഷെയർസ് നിൽ, അവർക്കൊന്നും കൊടുത്തില്ല. ഇതാണ് ക്വസ്റ്റ്യൻ. അടുത്ത പാരഗ്രാഫ്. അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ മണി വെർ ഡ്യൂലി റിസീവ്ഡ് എക്സെപ്റ്റ് ദ ഫസ്റ്റ് കോൾ മണി ഓൺ 600 ഷെയർസ്. പാസ് ദ നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി. ഇത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നടത്താം, അതിനുശേഷം ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തായാലും എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് നമുക്ക് ബോർഡിലേക്ക് പോവാം. പ്രോബ്ലം ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്ലിക്കേഷൻസ് ആദ്യത്തെ 25,000 ഷെയർസ് ഇവർക്ക് ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ 25,000 ഷെയർസ്. രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഓൺ 20,000 ഷെയർസ് ഇവർക്ക് 75%. 20,000-ൻ്റെ 75% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 15,000 ഷെയർസ്. അടുത്ത കാറ്റഗറി 3,000 ഷെയർസ്. 3,000 ഷെയർസിനെ നിൽ. അപ്പോൾ ഇവിടെ എത്രയായി? 48,000 അപ്ലിക്കേഷൻസ്. ഇവിടെ എത്രയാണ്? 40,000 ഷെയർസ്. അപ്പോൾ 48,000 അപ്ലിക്കേഷൻസ് ആണ്. അതിൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 40,000. അത് കറക്റ്റായി. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ കാറ്റഗറിയിൽ 25,000 അപ്ലിക്കേഷൻസിനെ ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്തു. ഇവിടെ എക്സസ് അപ്ലിക്കേഷൻ മണി ഇല്ല, അവിടെ കഴിഞ്ഞു. നമ്പർ ഓഫ് അപ്ലിക്കേഷൻസും നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡും ഈക്വലാണ്. അവിടെ എക്സസ് അപ്ലിക്കേഷൻ മണി ഇല്ല. രണ്ടാമത്തെ കേസിൽ കുട്ടികൾ ശ്രദ്ധിച്ച് നോക്കി, 20,000 അപ്ലിക്കേഷൻസിന് അവർക്ക് കൊടുത്തത് എത്രയാണ്? 15,000 ഷെയറാണ്. അപ്പോൾ അവിടെ എക്സസ് അപ്ലിക്കേഷൻ മണി ഉണ്ട്. എക്സസ് അപ്ലിക്കേഷൻ മണി എത്രയാണ്? 5,000 ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ മണി എക്സസ് ആണ്. അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് 2 രൂപയാണ്. അപ്പോൾ 10,000 രൂപ അവരുടെ എക്സസ് ആയിട്ടുണ്ട്. ഈ എക്സസ് അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ജേണൽ എൻട്രിയിൽ അത് ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എക്സസ് അപ്ലിക്കേഷൻ മണി ഉള്ളത് ഏത് കാറ്റഗറിക്ക് മാത്രമാണ്? സെക്കൻഡ് കാറ്റഗറിക്ക് മാത്രമാണ് എക്സസ് അപ്ലിക്കേഷൻ മണി ഉള്ളത്. അത് 20,000 ഷെയറിന് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് കിട്ടിയത് 15,000 ഷെയറാണ്. അതുകൊണ്ട് തന്നെ 5,000 ഷെയറിൻ്റെ എക്സസ് അപ്ലിക്കേഷൻ മണി ഉണ്ട്. ഈ എക്സസ് അപ്ലിക്കേഷൻ മണി അവരുടെ തന്നെ അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുമ്പോൾ അതിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മൾ അലോട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്ത കാറ്റഗറി 3,000 ഷെയറിന് അപ്ലൈ ചെയ്ത ആളുകളാണ്. അവർക്ക് ഷെയർ ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇതാണ് 3,000 ഷെയറിനെ 2 രൂപ വെച്ച് 6,000 രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിട്ടേൺ ചെയ്യേണ്ടി വരും. 6,000 രൂപ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ബോർഡ് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രിയിലേക്ക് കടക്കാം. ഇതിൻ്റെ ജേണൽ എഴുതാം. ഇതിലും ഈ ക്വസ്റ്റ്യനിലും ഡേറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഡേറ്റുകളും വരച്ചിട്ടുണ്ട്, പക്ഷേ ഡേറ്റ് തന്നിട്ടില്ല നമുക്ക്. ആദ്യത്തെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. നമുക്ക് ആകെ കിട്ടുന്ന അപ്ലിക്കേഷൻസ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 48,000 ഷെയർസാണ്. ഒരു ഷെയറിൻ്റെ അപ്ലിക്കേഷൻ മണി 2 രൂപയാണ്. ദെൻ ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് എത്രയാണ്? 96,000 ആണ്. ദെൻ 2 ഷെയർ
application account 96,000. Narration being share application money received on എത്രയാണ് 48,000 ഷെയർസ്. 48,000 ഷെയറിനുള്ള അപ്ലിക്കേഷൻ മണി നമുക്ക് റിസീവ് ചെയ്തു. ഇതാണ് ആദ്യത്തെ ജേണൽ എൻട്രി. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രിയിലാണ് ഈ 48,000-നെ നമുക്ക് കിട്ടിയിട്ടുള്ള 96,000 നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എങ്ങനെയാണത് അലോക്കേറ്റ് ചെയ്യുന്നത്, അതാണ് സെക്കൻഡ് ജേണൽ എൻട്രി വരുന്നത്. സെക്കൻഡ് ജേണൽ എൻട്രി സ്വാഭാവികമായിട്ടും അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്ന ജേണൽ എൻട്രിയാണ്. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ. ഞാനിവിടെ എക്സസ് അപ്ലിക്കേഷൻ മണി ആയതുകൊണ്ടും അല്ലെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് മാത്രം ഞാനിവിടെ രണ്ടാമത്തെ ജേണൽ എൻട്രിയിലും അതിൻ്റെ ഡിനോമിനേഷൻ എഴുതുന്നുണ്ട്. 48,000 ഇൻറ്റു 2 96,000 ആണ് നമുക്ക് ആകെ കിട്ടിയ എമൗണ്ട്. അതിൽ നിന്ന് ആദ്യം തന്നെ ഒരു സംശയവും കൂടാതെ എവിടേക്ക് മാറ്റാം? ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഒരു സംശയം കൂടാതെ എന്ന് ഞാൻ പറഞ്ഞത് റിയൽ നമ്പർ ഓഫ് ഷെയർസ് മാത്രം. റിയൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 40,000 ആണ്. അപ്പോൾ 40,000 ഇൻറ്റു 2. അപ്പോൾ ആദ്യം തന്നെ സെക്കൻഡ് ജേണൽ എൻട്രിയിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് റിയൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഷെയർ അപ്ലിക്കേഷൻ മണി, ദാറ്റ് ഈസ് 80,000. 80,000. 40,000 ഷെയറിന് 2 രൂപ അപ്ലിക്കേഷൻ മണി വെച്ച് നമ്മൾ 80,000 രൂപ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അടുത്തത് എക്സസ് അപ്ലിക്കേഷൻ മണിയാണ്. എക്സസ് അപ്ലിക്കേഷൻ മണി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? 25,000 ഷെയറിനെ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് കിട്ടിയത് എത്രയാണ്? 20,000 ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുള്ള സെക്കൻഡ് കാറ്റഗറിക്ക് കിട്ടിയത് 15,000 ഷെയറാണ്. അപ്പോൾ അവിടെ 5,000 ഷെയറിൻ്റെ എക്സസ് അപ്ലിക്കേഷൻ മണി ഉണ്ട്. 5,000 ഷെയറിൻ്റെ എക്സസ് അപ്ലിക്കേഷൻ മണി അവരുടെ തന്നെ ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, എത്രയാണ്? 5,000 ഇൻറ്റു 2, ദാറ്റ് ഈസ് 10,000. ഇനി ഒരു 3,000 ഷെയർസിന് ഒന്നും കൊടുക്കുന്നില്ല, അലോട്ട്മെൻറ്റ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ 3,000 ഷെയറിൻ്റെ അപ്ലിക്കേഷൻ മണി റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്ന ഷെയറിൻ്റെ അപ്ലിക്കേഷൻ മണി റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഷെയർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഇവിടെ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടാണ്. ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് 3,000 ഷെയറിന് എത്രയാണ്? 2 രൂപ. 6,000. ഇത് കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഡിനോമിനേഷൻ എഴുതിയിട്ട് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക, ഓരോന്നും മനസ്സിലാക്കാം. വലിയൊരു എക്സ്പ്ലനേഷൻ ഇതിനാവശ്യമാണ്. ബീയിങ് ഷെയർ അപ്ലിക്കേഷൻ മണി transferred to capital, and excess application money on 5,000 shares അല്ലെങ്കിൽ adjusted with allotment money and 3,000 shares retained. 3,000 shares അല്ല, ഷെയർ അപ്ലിക്കേഷൻ
ആപ്ലിക്കേഷൻ റിട്ടേൺഡ്. ഞാൻ ചെറുതാക്കി എഴുതുന്ന കാരണം ചെറുതാക്കിയാണ് നരേഷൻ എഴുതാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞിട്ട് എഴുതുന്നത്. അപ്പോൾ ആ പറയുന്നതിനോടൊപ്പം ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയാൻ പറ്റും. ആർക്കെങ്കിലും ഈ വീഡിയോ നമ്മൾ കുറച്ചുകൂടി അതിൻ്റെ ക്ലാരിറ്റി കുറച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് നോക്കിയിരുന്നാൽ എന്താണ് എഴുതുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടി നരേഷൻ പറയാം. ബീയിങ് ഷെയർ അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഷെയർ ക്യാപിറ്റൽ ഓർ ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ആൻഡ് എക്സസ് application money on 5,000 shares adjusted with allotment money and 3,000 share application returned. 3000 ഷെയർ അപ്ലിക്കേഷൻസ് നമ്മൾ റിട്ടേൺ ചെയ്തു. 5000 ഷെയറിൻ്റെ എക്സസ് അപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ദെൻ എന്താണ് റിയൽ ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത്രയാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ജേണൽ എൻട്രി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി സാധാരണ പോലെ തന്നെ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കാം. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ 40,000 ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? അലോട്ട്മെൻറ്റ് മണി 4 രൂപയാണ്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 1,60,000. നരേഷൻ being share allotment money due. അലോട്ട്മെൻറ്റ് മണി അടയ്ക്കാറായിട്ടുണ്ട്. ഇനി അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. അലോട്ട്മെൻറ്റ് മണി നമുക്ക് ഡ്യൂ ആയിട്ടുള്ള 1,60,000 ആണ്. ഓൾറെഡി നമുക്ക് നേരത്തെ ഇവിടെ റിസീവ് ചെയ്തിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? 10,000 റുപ്പീസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 1,50,000 രൂപ മാത്രം റിസീവ് ചെയ്താൽ മതി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ അതിൻ്റെ ബ്രാക്കറ്റിൽ ഡിനോമിനേഷൻ എഴുതുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് എഴുതുക? 1,60,000 മൈനസ് 10,000 നേരത്തെ കിട്ടിയിട്ടുള്ളത്. ടു ഷെയർ അലോട്ട്മെൻറ്റ് മണി അക്കൗണ്ട് എത്രയാണ്? 1,50,000 1,50,000. നരേഷൻ എഴുതുക ബീയിങ് ദി ബാലൻസ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. ബാലൻസ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണിയുടെ ബാലൻസ് ഉള്ള 1,50,000 രൂപ, അതായത് നേരത്തെ അലോട്ട്മെൻറ്റ് മണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 10,000 രൂപ കഴിച്ച് ബാക്കിയുള്ള 1,50,000 റുപ്പീസ് നമുക്ക് റിസീവ് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രി ഉണ്ട്, ഫസ്റ്റ് കോൾ റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി ഉണ്ട്. ഫസ്റ്റ് കോൾ റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയിൽ 600 ഷെയർ എടുത്തിട്ടുള്ള ഒരാൾ കോള് അടയ്ക്കുന്നില്ല, കോൾസിന് എരിയർ വരുത്തുന്നുണ്ട്. അപ്പോൾ 40,000 ഷെയർസിൽ നിന്ന് 600 ഷെയർ കുറച്ചിട്ടാണ് നമുക്ക് റെസിപ്റ്റ് കാണിക്കേണ്ടത്. എന്തായാലും നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്ത് അടുത്ത ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രിയിലേക്ക് പോകാം. ഇനി നമുക്ക് ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കാം. ഷെയർ ഫസ്റ്റ്, ഇനി വേറെ കോളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ. ഇങ്ങനെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് എഴുതണമെന്നില്ല കേട്ടോ. ഫൈനൽ കോൾ എന്ന് എഴുതിയാലും മതി, ഫസ്റ്റ് കോൾ എന്ന് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ. ഇവിടെയും നമുക്ക് വരുന്നത് 40,000 ഷെയറിന് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും 4 രൂപ തന്നെയാണ്, സെയിം ആണ്. അപ്പോൾ 1,60,000 ടു ഷെയർ ക്യാപിറ്റൽ
1,60,000. Narration being share first and final call due. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആയി. ഇനി ഇത് റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി നമുക്ക് എഴുതാം. അവിടെയാണ് നമ്മുടെ കോൾസിൻ എറിയർ വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 40,000 ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ. അതിൽ നിന്ന് 600 ഷെയറാണ് കോൾസിൻ എറിയർ വരുത്തുന്നത്. അപ്പോൾ 40,000 നിന്ന് നമ്മൾ 600 കുറച്ചു, ഇൻറ്റു 4. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 1,57,600. ഇനി കോൾസിൻ എറിയർ അക്കൗണ്ട് ഡെറ്റർ. ഇത് കോൾസിൻ എറിയർ അക്കൗണ്ട് എന്ന് എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇതില്ലാതെ എഴുതുന്നു നമ്മൾ പഠിച്ചതാണ്. എങ്കിലും കൃത്യമായിട്ടുള്ള ഡിനോമിനേഷനൊക്കെ എഴുതാൻ നല്ലത് ഇതാണ്. 600 ഇൻറ്റു 4 ദെൻ 2,400 ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അത് സാധാരണ പോലെ തന്നെ എന്താണ് 40,000 ഇൻറ്റു 4 തന്നെ, ദാറ്റ് ഈസ് 1,60,000. നരേഷൻ ബീയിങ് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി received except on 600 shares. നമുക്ക് ഫൈനൽ കോൾ മണി റിസീവ് ചെയ്തു. 600 ഷെയറിനെ ഒഴികെ എല്ലാ ഷെയറിൻ്റെയും ഫൈനൽ കോൾ മണി റിസീവ് ചെയ്തു. ഇത്രയാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ജേണൽ എൻട്രീസ് കുട്ടികൾ ശ്രദ്ധിക്കണം. അവസാനത്തെ കോൾസിൻ എറിയറിൻ്റെ ജേണൽ എൻട്രിയും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇത് പ്രോറാറ്റയുടെ തേർഡ് ഓൾട്ടർനേറ്റീവ് ആയതുകൊണ്ടാണ് ഒന്നുകൂടി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർ സബ്സ്ക്രിപ്ഷനാണ്. ഇഫ് ദ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ ഈസ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡ് ടു പബ്ലിക് ഫോർ ഇഷ്യൂ, it is known as, or the situation is known as under subscription, or the case is known as under subscription. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനേക്കാൾ കുറവ് അപ്ലിക്കേഷൻസ് വരിക. നേരത്തെ നമ്മൾ പഠിച്ചത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആണല്ലോ. അവിടെയാണ് എങ്ങനെ ഇഷ്യൂ ചെയ്യണം, പ്രോറാറ്റയിൽ വേണോ, റിജക്റ്റ് ചെയ്യണോ, ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് വേണോ, സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് വേണോ, തേർഡ് ഓൾട്ടർനേറ്റീവ് വേണോ എന്നൊക്കെ ഡയറക്ടേഴ്സിന് ആലോചിക്കേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസിനേക്കാൾ കുറവ് അപ്ലിക്കേഷൻസ് വരിക. ഫോർ എക്സാമ്പിൾ 10,000 ഷെയറാണ് നമുക്ക് ഇഷ്യൂ ചെയ്യാനുള്ളത്. നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഇഷ്യൂ ചെയ്യാൻ ഓഫർ ചെയ്യുന്ന, പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന 10,000 ഷെയറാണ്. പക്ഷേ 9,800 ഷെയറിനാണ് അപ്ലിക്കേഷൻസ് കിട്ടിയുള്ളൂ. എങ്കിൽ ആ അവസ്ഥയെയാണ് എന്തായിട്ട് പറയുന്നത്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ല. ജേണൽ എൻട്രിയിൽ എന്താണ്, 10,000 ഷെയറിനെ 9,800 അപ്ലിക്കേഷൻസേ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. അങ്ങനെ എഴുതിയേ വേണ്ടൂ. അതിലൊരു അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അണ്ടർ സബ്സ്ക്രിപ്ഷൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. പേജ് നമ്പർ 103 ഇല്ലസ്ട്രേഷൻ 14 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. AK കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 30,000 equity shares of ₹10 each, payable as ₹2 on application, ₹3 on allotment and ₹5 on call. Applications were received for 25,000 shares. This fulfills the minimum subscription requirement. Give journal entries to record the above transactions. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം 30,000 ഇക്വിറ്റി ഷെയറാണുള്ളത്.
അപ്ലിക്കേഷൻസ് കിട്ടിയത് 25,000 ഷെയർസാണ്. സാധാരണഗതിയിൽ 90% ആണ് നമ്മുടെ റിക്വയർമെൻറ്റ്. 90% എന്ന് പറയുമ്പോൾ 27,000 ഷെയറാണ് മിനിമം സബ്സ്ക്രിപ്ഷന് വേണ്ടി വരുന്നത്. പക്ഷേ നമുക്കിവിടെ സംശയിക്കേണ്ടതില്ല, കാരണം 25,000 ഷെയർ കിട്ടിയിട്ടുണ്ട്, അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. 30,000 ഷെയർ ഓഫർ ചെയ്യുമ്പോഴാണ് 25,000 ഷെയറിന് നമുക്ക് അപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുള്ളത്. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് മാത്രം പഠിക്കുക. രണ്ടാമതൊരു കാര്യം, ഇത് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇത് മിനിമം സബ്സ്ക്രിപ്ഷൻ ആണോ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൂടി ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദിസ് ഫുൾഫിൽസ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ റിക്വയർമെൻ്റ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി പ്രോബ്ലത്തിലേക്ക് പോകാം. ബോർഡിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ, ഓവർ സബ്സ്ക്രിപ്ഷൻ പോലെ നമുക്ക് ഒന്നും തന്നെ എക്സ്ട്രാ പഠിക്കാനില്ല. റിയൽ അപ്ലിക്കേഷൻ മണി വരുന്നതനുസരിച്ച് ആ പ്രോബ്ലം അങ്ങനെ ചെയ്തു പോയേ വേണ്ടൂ. എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കേണ്ട നമ്പർ ഓഫ് ഷെയർസ് റിയൽ ആയിട്ടുള്ള 30,000 അല്ല, നമ്മുടെ റിയൽ അപ്ലിക്കേഷൻ മണി ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ള, അതായത് ഷെയർ ഹോൾഡേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള 25,000 ആണ് നമ്മളെല്ലായിടത്തും ഷെയറിൻ്റെ നമ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത്രമാത്രമേ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. ഇത് കുറച്ചുകൂടി എളുപ്പമാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 25,000 ഷെയറിനാണ് അപ്ലിക്കേഷൻ മണി കിട്ടിയത്. അപ്ലിക്കേഷൻ മണി 2 രൂപയാണ്. അപ്പോൾ 25,000 ഇൻറ്റു 2 50,000, 50,000 ടു എന്തായിട്ടാണ് കിട്ടിയത്, ഷെയർ അപ്ലിക്കേഷനായിട്ട്. ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് 50,000, 50,000. നരേഷൻ എഴുതുക. ബീയിങ് ഷെയർ അപ്ലിക്കേഷൻ മണി ബീയിങ് ഷെയർ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. അപ്ലിക്കേഷൻ മണി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, അത് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അവിടെ റിയൽ ഷെയർസ് നോക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ നമുക്ക് ടോട്ടൽ റിയൽ ഷെയർസ് 30,000 ആണ്. പക്ഷേ നമുക്കുള്ളത് അപ്ലിക്കേഷൻസ് കിട്ടിയത്, സബ്സ്ക്രൈബ് ചെയ്ത് 25,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, അത് മാത്രമേ മാറ്റേണ്ട കാര്യമുള്ളൂ. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ. വീണ്ടും ഈ എമൗണ്ട് തന്നെ, സെയിം എമൗണ്ടേ നമുക്ക് വന്നിട്ടുള്ള അപ്ലിക്കേഷൻസ് മാത്രമേ ക്യാപിറ്റലിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് 50,000. കാരണം ഇവിടെ അണ്ടർ സബ്സ്ക്രിപ്ഷനാണ്. ഷെയർ ക്യാപിറ്റൽ 50,000. നരേഷനായിട്ട് എഴുതുക. ബീയിങ് ഷെയർ അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ്. ബീയിങ് ഷെയർ അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ്. അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കുക. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ 25,000 ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി എത്രയാണ്, അലോട്ട്മെൻറ്റ് മണി നമുക്ക് പറഞ്ഞിട്ടുള്ളത് 3 രൂപയാണ്. is 3, that is 75,000. Share allotment account debtor to share capital. Capital 75,000. Naresh എഴുതുക.
being share allotment money due. Being share allotment money due. ഇനി അലോട്ട്മെൻറ്റ് ഡ്യൂ ആയിക്കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 75,000 to share allotment account 75,000. Narration being allotment money received. Being allotment money received. അലോട്ട്മെൻറ്റ് മണി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? അടുത്തത് ഷെയർ ഫൈനൽ കോള്, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് ഡ്യൂ ആക്കുക എന്നുള്ളതാണ്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്, ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5 രൂപയാണ്. അപ്പോൾ 2, 3, 5, 5. അത് ആദ്യം തന്നെ ഡ്യൂ ആക്കാം നമുക്ക്. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് 25,000 ഇൻറ്റു 5, അപ്പോൾ 1,25,000 ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 1,25,000. നറേഷൻ being share first and final call money due. Call money due. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അടുത്ത ജേണൽ എൻട്രി അത് റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് വേണ്ടത്. ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 1,25,000 ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ദാറ്റ് ഈസ് 1,25,000. നറേഷൻ being share first and final call money received. Final call money received. Share first and final call money received. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇവിടെ ഉള്ളൊരു പ്രത്യേകത, ആദ്യത്തെ ജേണൽ എൻട്രി തൊട്ട് എല്ലായിടത്തും 25,000 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വേറെ ഒന്നും തന്നെ നമുക്ക് ശ്രദ്ധിക്കാനില്ല. കാരണം നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡ് 30,000 ആണ്, പക്ഷേ സബ്സ്ക്രൈബ്ഡ് ഷെയർസ് എത്രയാണ്? 25,000 ആണ്. അപ്പോൾ ഒന്നും തന്നെ ശ്രദ്ധിക്കാനില്ല. അണ്ടർ സബ്സ്ക്രിപ്ഷൻ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. വളരെ വളരെ ഈസി ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ആണ്. Forfeiture means cancellation of shares. If a shareholder fails to pay the amount due on allotment or call, it may forfeit the company. ഒരു ഷെയർ ഹോൾഡർ അലോട്ട്മെൻറ്റോ കോൾ മണിയോ അടയ്ക്കാതെ വരുന്ന സമയത്ത് 14 days നോട്ടീസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം കമ്പനിക്ക് ആ ഷെയർസ് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ആ പ്രോസസ്സിനെയാണ്, കമ്പനി ക്യാൻസൽ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ സെൻസ്,
or simple sentence, a company can cancel shares of a shareholder who failed to pay allotment money or call money. അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ അടയ്ക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ അത്തരം ഷെയർസ് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് 14 days നോട്ടീസ് കൊടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? കമ്പനിക്കുണ്ട്. ആ പ്രോസസ്സിനെയാണ് എന്തായിട്ട് പറയുന്നത്? ആ ക്യാൻസലേഷൻ പ്രോസസ്സിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഫോർഫീച്ചർ എന്ന് പറയുന്നത്. ഇനി എഫക്ട്സ് ഓഫ് ഫോർഫീച്ചർ. ഫോർഫീച്ചറിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ദ ഷെയർ ഹോൾഡർ സീസസ് ടു ബി എ മെമ്പർ. ഫോർഫീച്ചർ നടന്നു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ ഒരു മെമ്പറല്ല, ഷെയർ ഹോൾഡർ അല്ല. ഒരു പേഴ്സൺ ഷെയർ ഹോൾഡർ ആയിരുന്ന ഒരു പേഴ്സൺ ഫോർഫീച്ചർ നടന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഷെയർ ഹോൾഡർ എന്ന് പറയാൻ സാധിക്കില്ല, അദ്ദേഹം കമ്പനിയുടെ മെമ്പർ എന്ന് പറയാൻ സാധിക്കില്ല. ഷെയർസ് ആർ ക്യാൻസൽഡ് ആൻഡ് ടു ദാറ്റ് എക്സ്റ്റെൻഡ് ദ ഷെയർ ക്യാപിറ്റൽ ഈസ് റെഡ്യൂസ്ഡ്. ഷെയർസ് ക്യാൻസൽ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അത്തരം അല്ലെങ്കിൽ ആ ഷെയറിൻ്റെ എമൗണ്ട് ക്യാപിറ്റലിൽ നിന്ന് കുറഞ്ഞിരിക്കും. ആ ഷെയറിൻ്റെ എമൗണ്ട് എവിടെ ഉണ്ടായിരിക്കില്ല? ഷെയർ ക്യാപിറ്റലിൽ ഉണ്ടായിരിക്കില്ല. ദ എമൗണ്ട് ഓൾറെഡി പെയ്ഡ് ബൈ സച്ച് എ ഷെയർ ഹോൾഡർ ലാപ്സസ് ആൻഡ് ബിക്കംസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി. ആദ്യം ഒരു എന്താ പറയുക, അപ്ലിക്കേഷൻ മണി അടയ്ക്കാത്ത ഷെയർ ഹോൾഡേഴ്സ് ആരും ഉണ്ടാവില്ലല്ലോ. അപ്ലിക്കേഷൻ മണി അടയ്ക്കാത്ത മെമ്പേഴ്സ് ആരും ഉണ്ടാവില്ലല്ലോ. അപ്ലിക്കേഷൻ മണി അടയ്ക്കാത്ത ഷെയർസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? നേരത്തെ അടച്ച എമൗണ്ട് അത് ആ അടച്ച ആളുകൾക്ക് നഷ്ടപ്പെടുകയും അത് ആർക്ക് ലഭിക്കുകയും ചെയ്യുന്നു? കമ്പനിക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ബിക്കംസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി. നേരത്തെ അടച്ച എമൗണ്ട് കമ്പനിയുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറുന്നു. ഇനി പ്രൊസീജിയർ ഫോർ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ടേബിൾ എഫ് ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ആണ്. 2013 കമ്പനീസ് ആക്ട് അനുസരിച്ച്, ടേബിൾ എഫ് ഓഫ് ദ കമ്പനീസ് ആക്ട് അനുസരിച്ച് ദർ ആർ സർട്ടൻ പ്രൊസീജിയർ ഫോർ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രൊസീജിയർ ഓഫ് ഫോർഫീച്ചർ എന്താണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ പോയിൻ്റ്, ഷെയർസ് ക്യാൻ ബി ഫോർഫീറ്റഡ് ഓൺലി ഓൺ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ കോൾ മണി. ഫോർഫീച്ചർ എപ്പോൾ മാത്രമേ നടത്താൻ സാധിക്കുള്ളൂ? അലോട്ട്മെൻറ്റ് മണിയും കോൾ മണിയും അടയ്ക്കാതെ വരുമ്പോൾ മാത്രമേ ഫോർഫീച്ചർ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് പോയിൻറ്റ്, ഷെയർസ് ക്യാൻ ബി ഫോർഫീറ്റഡ് ഓൺലി ഇഫ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അലൗസ് ഇറ്റ്. ഒരു കമ്പനിക്ക് ഷെയർസ് ഫോർഫീറ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്താൽ മാത്രമേ കമ്പനിക്ക് ഷെയർസ് ഫോർഫീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ പോയിൻ്റ്, ദ ഡയറക്ടേഴ്സ് ഹാവ് ടു ഗിവ് 14 days നോട്ടീസ് ആസ്കിംഗ് ഹിം ടു പേ ദ എമൗണ്ട് ഡ്യൂ ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ബിഫോർ എ സർട്ടൻ ഡേറ്റ്. അപ്പോൾ ഡയറക്ടേഴ്സ് ഫോർഫീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു 14 ദിവസം മുൻപെങ്കിലും ഒരു നോട്ടീസ് കൊടുക്കണം. എന്താണ്? നിങ്ങൾ അടയ്ക്കാനുള്ള എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് ഇത്ര ദിവസത്തിനകം അടയ്ക്കണം എന്ന് പറഞ്ഞ് 14 ദിവസം മുൻപെങ്കിലും ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം. നാലാമത്തെ പോയിൻ്റ്, ദ നോട്ടീസ് മസ്റ്റ് ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് ദ ഷെയർസ് വിൽ ബി ഫോർഫീറ്റഡ് ഇഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് മെയ്ഡ് വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ്. ആ നോട്ടീസിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം, പേയ്മെൻറ്റ് കൃത്യമായിട്ടുള്ള ഡേറ്റിൽ, ഒരു പ്രത്യേക ഡേറ്റിൽ പേയ്മെൻറ്റ് തന്നില്ലെങ്കിൽ ഫോർഫീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ് ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അഞ്ചാമത്തെ പോയിൻ്റ്, ദ ഡയറക്ടേഴ്സ് ഷുഡ് പാസ് എ റെസൊല്യൂഷൻ ഫോർ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഡയറക്ടേഴ്സ് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം. എന്താണ്? ഒരു തീരുമാനം എടുക്കണം. എന്താണ്? ഫോർഫീച്ചർ ചെയ്യുന്നതിനുള്ളൊരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ആറാമത്തെ പോയിൻ്റ്, ആഫ്റ്റർ ഫോർഫീച്ചർ ദ മാറ്റർ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഷെയർ ഹോൾഡർ. ഫോർഫീച്ചർ നടത്തിയതിന് ശേഷം, ഇങ്ങനെ ഫോർഫീച്ചർ നടത്തി എന്നുള്ള കാര്യം ആ ഷെയർ ഹോൾഡറെ നിർബന്ധമായിട്ടും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരെ അറിയിച്ചിരിക്കണം. സിൻസ് എ കമ്പനി ക്യാൻ ഇഷ്യൂ ഷെയർസ് ഐദർ അറ്റ് എ പാർ ഓർ അറ്റ് എ പ്രീമിയം, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഷെയർസ് ഫോർഫീറ്റഡ് ബൈ ദ കമ്പനി മേ ബിലോങ് ടു any of these categories.
അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദ അബവ് ടു കേസസ് ആർ ഡിഫറൻറ്റ്. രണ്ട് രീതിയിൽ ഷെയർ ഇഷ്യൂ ചെയ്യാമെന്നിരിക്കെ, അതായത് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ. എന്താണ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ? ഒരു ഷെയർ ഫേസ് വാല്യൂവിൽ തന്നെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ. അത് കൂടാതെ പിന്നെ ഇഷ്യൂ ചെയ്യാൻ പറ്റാവുന്ന ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയമാണ്. ഇങ്ങനെ രണ്ട് രീതിയിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാമെന്നിരിക്കെ നമുക്ക് രണ്ട് രീതിയിലും ഷെയറിൻ്റെ ഫൊർഫീച്ചറിന് മെത്തേഡുണ്ട്. രണ്ട് മെത്തേഡും ഡിഫറൻ്റ് ആണ്. പാറിൽ ഇഷ്യൂ ചെയ്ത ഷെയർ ഫൊർഫീറ്റ് ചെയ്യുമ്പോൾ ഒരു ജേണൽ എൻട്രിയും, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത ഷെയർ ഫൊർഫീറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ജേണൽ എൻട്രിയുമാണ്. നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പാറിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം. ഫൊർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ എന്താണെന്ന് നോക്കാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൊർഫീറ്റഡ് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഓർ കോൾ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഷെയർ ഫൊർഫീച്ചറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു രണ്ട് സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇത് ബോർഡിൽ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമുക്കപ്പോൾ ബോർഡിലേക്ക് പോകാം. ഫൊർഫീച്ചറിൻ്റെ ജേണൽ എൻട്രി നമുക്ക് എഴുതാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. എമൗണ്ട് എഴുതുന്ന സ്ഥലത്ത് ഞാൻ അതിൻ്റെ പേരെഴുതുന്നു എമൗണ്ട് കോൾഡ് അപ്പ്. എമൗണ്ട് കോൾഡ് അപ്പ് ടു ഷെയർ ഫൊർഫീറ്റഡ് അക്കൗണ്ട്. എമൗണ്ട് എഴുതുന്ന സ്ഥലത്ത് ഞാൻ എഴുതുന്നു എന്താണ്? എമൗണ്ട് പെയ്ഡ്. എമൗണ്ട് പെയ്ഡ്. അടുത്തത് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതുന്നു എമൗണ്ട് അൺപെയ്ഡ്. വീണ്ടും എന്ത് ചെയ്യുന്നു? ഷെയർ കോൾ അക്കൗണ്ട്. അതിൻ്റെ ബ്രാക്കറ്റിൽ എമൗണ്ട് അൺപെയ്ഡ്. ഇതിൽ ജേണൽ എൻട്രി കഴിഞ്ഞു. അപ്പോൾ ഈ ജേണൽ എൻട്രിയെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് എമൗണ്ട് കോൾഡ് അപ്പ്, അടയ്ക്കാൻ പറഞ്ഞ തുക, ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, അടയ്ക്കാൻ പറഞ്ഞ തുക 10 രൂപയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 10 റുപ്പീസാണ് അടയ്ക്കാൻ പറഞ്ഞത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അടയ്ക്കാത്ത പൈസയാണ്. അടയ്ക്കാത്ത പൈസ എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റും കോൾ മണി അടച്ചിട്ടില്ല. അലോട്ട്മെൻറ്റ് മണി 4 രൂപ, കോൾ മണി 2 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര രൂപ മൊത്തം അടയ്ക്കാത്തതുണ്ട്? 4 × 2 6 രൂപ അടച്ചിട്ടില്ല. രണ്ടും കൂടി ചേർത്ത് അൺപെയ്ഡ് നമ്മൾ പറഞ്ഞു 6 റുപ്പീസ് അടച്ചിട്ടില്ല. ദെൻ പെയ്ഡ് എത്രയായിരിക്കും? പെയ്ഡ് ₹4 ആയിരിക്കും. അപ്പോൾ ഇതിനെ ഫൊർഫീച്ചർ ജേണൽ എൻട്രി പഠിക്കാനുള്ള എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ എമൗണ്ട് കോൾഡ് അപ്പ്, അടയ്ക്കാൻ പറഞ്ഞ തുക. 2, അടച്ച തുക. 3, അടയ്ക്കാത്ത തുക. അപ്പോൾ എമൗണ്ട് കോൾഡ് അപ്പ് ആണ് ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ്. ഡെബിറ്റ് എന്ന് പറയുന്ന എമൗണ്ട് കോൾഡ് അപ്പ് ആണ്. ക്രെഡിറ്റ് 2 ആയിട്ടാണ്, എമൗണ്ട് പെയ്ഡും എമൗണ്ട് അൺപെയ്ഡും. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഷെയർ ഫൊർഫീച്ചർ ജേണൽ എൻട്രി, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, എമൗണ്ട് കോൾഡ് അപ്പ് എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് കോൾഡ് അപ്പ്. ടു ഷെയർ ഫൊർഫീറ്റഡ് അക്കൗണ്ട്, എമൗണ്ട് പെയ്ഡ്. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, എമൗണ്ട് അൺപെയ്ഡ്. ടു ഷെയർ കോൾ അക്കൗണ്ട്, എമൗണ്ട് അൺപെയ്ഡ്.
ഇതിൽ അലോട്ട്മെൻറ്റ് കോൾ അക്കൗണ്ട് എന്ന് ഞാൻ എഴുതിയത് അടയ്ക്കാത്തതാണെങ്കിൽ അൺപെയ്ഡ് ആണെങ്കിൽ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. പെയ്ഡ് ആണെങ്കിൽ ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അൺപെയ്ഡ് ആണെങ്കിൽ മാത്രം റെക്കോർഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ വായിക്കാം. അത് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാകും, എന്താണ് ഫോർ ഫീച്ചർ എന്നുള്ളത് മനസ്സിലാകും. ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. പേജ് നമ്പർ 105 ഇല്ലസ്ട്രേഷൻ 15 ആണ്. പേജ് നമ്പർ 105 ഇല്ലസ്ട്രേഷൻ 15. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ABC Limited forfeits 500 shares of 10 each held by Anand, on which he has paid ₹2 per share on application, ₹2 per allotment and ₹3 per share on first call, but failed to pay the final call of ₹3 per share. Give journal entry to record the forfeiture of shares. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. കുട്ടികൾ നോക്കുക. എമൗണ്ട് കോൾഡ് അപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈനൽ കോളാണ് അടയ്ക്കാത്തത്, ദെൻ ഇറ്റ് ഈസ് ഫുള്ളി കോൾഡ് അപ്പ്, അല്ലേ? ഫൈനൽ കോൾ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മുഴുവനായിട്ടും വിളിച്ചതാണ്. കോൾഡ് അപ്പ് എമൗണ്ട് എത്രയാണ്? 10 രൂപയാണ്. ഇറ്റ് ഈസ് ഫുള്ളി കോൾഡ് അപ്പ് ആണ്. അപ്പോൾ 10 രൂപയാണ് കോൾഡ് അപ്പ്. അതിൽ അടയ്ക്കാത്ത എമൗണ്ട് എന്ത് മാത്രമാണ്? ഫൈനൽ കോൾ മണി ₹3 മാത്രമാണ്. അപ്പോൾ അടച്ചത് എത്രയായിരിക്കും? 10 രൂപയിൽ 3 രൂപയാണ് അടയ്ക്കാത്തതെങ്കിൽ അടച്ച എമൗണ്ട് എത്രയായിരിക്കും? 7 രൂപയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ജേർണൽ എൻട്രി എഴുതാം. നമുക്ക് ബോർഡിലേക്ക് പോവാം. നമുക്ക് ഫോർഫീച്ചറിൻ്റെ ജേർണൽ എൻട്രിയിലേക്ക് പോവാം. ആദ്യം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. നമുക്ക് ഫോർഫീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ് 500 ഷെയറാണ്. 500 ഷെയറാണ്. എമൗണ്ട് കോൾഡ് അപ്പ് ആണ് എഴുതേണ്ടത്. എമൗണ്ട് കോൾഡ് അപ്പ് ₹10 ആണ്. കാരണം ഫൈനൽ കോളാണ് അടയ്ക്കാത്തത്. ഫൈനൽ കോൾ അടച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഫുള്ളി കോൾഡ് അപ്പ് ആണ്. 500 × 10 ദാറ്റ് ഈസ് 5000. അപ്പോൾ ഡെബിറ്റായി. ഇനി ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, പെയ്ഡ് ആൻഡ് അൺപെയ്ഡ്. അപ്പോൾ ആദ്യം നമുക്ക് പെയ്ഡ് എഴുതാം. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് 500 അവിടെ എഴുതി വയ്ക്കുന്നു. ഇനി അൺപെയ്ഡ് കൃത്യമായിട്ട് എഴുതാം. എന്താണ് അൺപെയ്ഡ്? ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് 500 ഫൈനൽ കോൾ എത്രയാണ് അടയ്ക്കാത്തതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3 രൂപയാണ് അടയ്ക്കാത്തത്. അപ്പോൾ ഫൈനൽ കോൾ 10 രൂപയാണ് ആകെ കോൾഡ് അപ്പ്. അതിൽ അടയ്ക്കാത്ത അൺപെയ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ പെയ്ഡ് എമൗണ്ട് എത്രയാണ്? 7. അപ്പോൾ 500 × 7 ദാറ്റ് ഈസ് 3500. ഷെയർ ഫൈനൽ കോൾ അൺപെയ്ഡ് ആണ്, അതിനെ 1500. അപ്പോൾ ഈ ജേർണൽ എൻട്രിയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്താണ്? ഷെയർ കോൾഡ് അപ്പ് എത്രയാണ്? ഷെയർ കോൾഡ് അപ്പ് എന്ന് പറയുന്നത് 5000 ആണ്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, പെയ്ഡ് ആൻഡ് അൺപെയ്ഡ്. പെയ്ഡ് എന്ന് പറയുന്നത് 500 × 7 അൺപെയ്ഡ് എന്ന് പറയുന്നത് 500 × 3 ആണ്. ഇനി ഇതിൻ്റെ നറേഷൻ എഴുതാം. ബീയിങ് 500 shares forfeited for non-payment of share final call money. നമ്മൾ 500 ഷെയർ ഫോർഫീറ്റ് ചെയ്തു. എന്ത് കാരണം കൊണ്ട്? ഫൈനൽ കോൾ മണി അടയ്ക്കാത്ത കാരണം കൊണ്ട് 500 ഷെയർ നമ്മൾ എന്ത് ചെയ്തു? ഫോർഫീറ്റ് ചെയ്തു. അതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 2-3 ഹിൻറ്റുകളുണ്ട്. ഒന്ന്,
ഫുള്ളി കോൾഡ് അപ്പ് ആണ് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? ഫൈനൽ കോൾ അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഫുള്ളി കോൾഡ് അപ്പ് ആണെന്ന് മനസ്സിലാക്കി. 2, ഫൈനൽ കോൾ മാത്രമേ അടയ്ക്കാത്തതുള്ളൂ. ഫൈനൽ കോൾ എത്രയാണ്? 3 രൂപയാണ്. അപ്പോൾ ബാക്കിയുള്ള 7 രൂപ എന്താണ്? റിസീവ്ഡ് ആണ്, പെയ്ഡ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. അപ്പോൾ ഫോർഫീച്ചർ ജേണൽ എൻട്രിയിൽ ഉള്ള 3 പാർട്ട് എന്ന് പറയുന്നത് കോൾഡ് അപ്പ് എമൗണ്ട്, നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കോൾഡ് അപ്പ് എമൗണ്ട് എഴുതുന്നു. അതിലെ പെയ്ഡ് എമൗണ്ട് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്നു. അൺപെയ്ഡ് എമൗണ്ട് അതത് പേരുകളിൽ, ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഫസ്റ്റ് കോള്, അലോട്ട്മെൻ്റ് ആണെങ്കിൽ അലോട്ട്മെൻറ്റ്, ഫൈനൽ കോൾ ആണെങ്കിൽ ഫൈനൽ കോള്, അതത് പേരുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അൺപെയ്ഡ് എമൗണ്ട് എഴുതുന്നു. ഇങ്ങനെ 3 ഭാഗമാണ് ഷെയർ ഫോർഫീറ്റഡ് ജേണൽ എൻട്രിയിലുള്ളത്. അതായത് കോൾഡ് അപ്പിനെ നമുക്ക് ഫസ്റ്റ് പോർഷൻ എന്ന് പറയാം. അതിലെ പെയ്ഡിനെ, കോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അടയ്ക്കാൻ പറഞ്ഞ തുക, കോളപ്പ് ചെയ്തിട്ടുള്ള തുക, കോൾഡ് അപ്പിനെ നമുക്ക് ഫസ്റ്റ് പോർഷൻ എന്ന് പറയാം. അതിൽ പെയ്ഡിനെ രണ്ടാമത്തെ പോർഷനായിട്ട് പറയാം, അൺപെയ്ഡിനെ മൂന്നാമത്തെ പോർഷനായിട്ട് പറയാം. ഇനി ഇത്തരം ക്വസ്റ്റ്യനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. കോൾഡ് അപ്പ് എമൗണ്ട് കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് വരെയാണ് വിളിച്ചിട്ടുള്ളതെങ്കിൽ അതുവരെയാണ് നമ്മൾ കോൾഡ് അപ്പ് എമൗണ്ട് ആയിട്ട് എഴുതാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇതിൽ കോൾഡ് അപ്പ് എമൗണ്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഫൈനൽ കോള് എന്താണ്? അൺപെയ്ഡ് ആണ്. ഫൈനൽ കോൾ വിളിക്കാതെ ഒരിക്കലും തന്നെ എന്താവില്ല? അൺപെയ്ഡ് ആവില്ല. അപ്പോൾ അത് ഫുള്ളി കോൾഡ് അപ്പ് ആണ് എന്നുള്ളൊരു അസംഷനിലേക്ക് നമുക്ക് എത്തണം. അല്ലെങ്കിൽ അത് അസംഷനല്ല, ഫുള്ളി കോൾഡ് അപ്പ് ആണ്. അപ്പോൾ അതിനുള്ളൊരു ഹിൻ്റാണ് ഫൈനൽ കോൾ അടച്ചിട്ടില്ല എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രോബ്ലം കൃത്യമായി വായിച്ച് വിലയിരുത്തി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഫോർഫീച്ചറിൻ്റെ ജേണൽ എൻട്രി നമുക്ക് തെറ്റാതെ എഴുതാൻ സാധിക്കുള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഫോർഫീച്ചർ വളരെ വളരെ സിമ്പിളാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകേണ്ടത്. പക്ഷേ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വായിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ബോർഡിൽ ചെയ്യണം. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ ആണെങ്കിൽ കൂടി അതിനുള്ള സമയം ഈ ക്ലാസ്സിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. കുട്ടികൾക്ക് ഫോർഫീച്ചറിൽ എന്തെങ്കിലും എന്താണ് ഫോർഫീച്ചർ എന്നോ അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ജേണൽ എൻട്രിയിൽ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. എങ്കിലും ബേസിക് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്.